കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വരുന്നത് അവരെ സംബന്ധിച്ച് രാഹുൽ ഒഴിയുമ്പോൾ രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്ന വളരെ ബാലിശമായിട്ടുള്ള അലിഗേഷൻ. ഇപ്പോൾ 2 സീറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരാൾക്ക് 1 സീറ്റ് ഒഴിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ റായ്ബറേലി അയാൾ നിലനിർത്തുകയും വയനാട് ഒഴിയുകയും ചെയ്യുന്നതാണ് ഒരു ലോജിക്കലായിട്ടുള്ള പൊളിറ്റിക്കലി ലോജിക്കലായിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും അലിഗേഷൻ വരിക വയനാട് രാഹുൽ കഴിഞ്ഞ തവണ ജയിച്ചിട്ട് ഇത്തവണ ജയിച്ച് ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാലിശമായിട്ടുള്ള അലിഗേഷൻസ് ആയിരിക്കും വരിക. അതിന് പരിഹാരം കാണുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ പ്രിയങ്കയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിനുണ്ട് എന്ന് ധരിക്കുക. അതിനൊപ്പം കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തെ സംബന്ധിച്ച് പ്രിയങ്കയുടെ സാന്നിധ്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സ്ഥാനാർത്ഥിമോഹികളായ അധികം ആളുകൾ എന്നുള്ളതിനപ്പുറത്ത് ഈ ഒരു പല അവകാശവാദങ്ങൾ ഈ സീറ്റിനെ ചൊല്ലി നേരത്തെ മുതലുണ്ട്. രാഹുൽ മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. മുസ്ലിം റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിട്ടാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ളൊരു മറുപടി എന്നുള്ള മട്ടിൽ കൂടിയായിട്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടു കേരളത്തിൽ. അല്ല, ഈ ഇതിനൊക്കെയുള്ള മറുപടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം. സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്ന സമയത്ത് ഇതേപോലുള്ള ആവശ്യം ഉണ്ടായിരുന്നു. വയനാട് സീറ്റ് ഒരു മുസ്ലിമിനെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു. അത് ന്യായമായ ഒരു ആവശ്യമായിരുന്നു. കാരണം മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യമൊക്കെ കുറവായിരുന്നു. അവസാനം സിദ്ദിഖിനെയാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് അപ്രസക്തമായത് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ആ ചോദ്യം തന്നെ അല്ലെങ്കിൽ ആ ഇഷ്യൂ തന്നെ ഇല്ലാതായത്. രണ്ടാമതും ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടാകും. ഇത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത്. അത് ചില നേതാക്കന്മാരെ മുന്നിൽ കണ്ടിട്ടാണോ പറഞ്ഞിട്ടുള്ളത് എന്ന് പോലും നമുക്ക് സംശയിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്ലെയിമുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് നേരത്തെ മുമ്പുണ്ടായിരുന്ന ചർച്ചകളുണ്ടല്ലോ, ഈ സഭാ നേതൃത്വം അതെ ഇത് അങ്ങനെ അങ്ങോട്ട് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ സാമുദായിക സന്തുലിതത്വം അപകടത്തിലാവുന്നുള്ള ചർച്ചകളെല്ലാം വരും. ആ ചർച്ചകളൊക്കെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാണ്. കാരണം രാഹുൽ ഒഴിയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നെക്സ്റ്റ് ചോയ്സായിട്ട് വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒക്കെയും സജസ്റ്റ് ചെയ്ത പേര്, മുസ്ലിം ലീഗ് പോലും സജസ്റ്റ് ചെയ്ത പേര് പ്രിയങ്ക ഗാന്ധിയുടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഈ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് ആവശ്യമില്ല എന്ന് മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കേരളത്തിലെ കോൺഗ്രസ്സിന് ഉള്ളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും, അത്ര കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു പലർക്കും ഈ സീറ്റ് ഇപ്പം വേണ്ട എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഇപ്പം മുരളീധരൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പലരെയും പരിഗണിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സീറ്റെല്ലാം അവർക്ക് ആവശ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. കാരണം ഇവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ ഡൽഹിയിലേക്ക് പോവുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് എന്നവർക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുടെ ആശങ്കകൾക്ക് പരിഹാരമാണ്. അങ്ങനെ എല്ലാറ്റിനുമുള്ള പലതരം പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ട് ആണ്, സ്മൂത്തായ പരിഹാരമാണ്. ആർക്കും ഒരു പ്രശ്നമില്ല, പരാതിയില്ലാത്ത പരിഹാരമാണ് ഉണ്ടായത്. പക്ഷേ അത് പറയുമ്പോഴേ നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന വളരെ കീനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അത് റേസ് ചെയ്യപ്പെടുമ്പോൾ അത് വളരെ കമ്മ്യൂണലായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് അവിടെ അവശേഷിക്കുകയല്ലേ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം നമ്മളിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലൊരാൾ ഉന്നയിച്ച വിമർശനം നമ്മൾ കണ്ടതാണ്. UDFൻ്റെ രാജ്യസഭാ സീറ്റ് മുസ്ലിമിനെ മത്സരിപ്പിച്ചു, CPIയുടെ രാജ്യസഭാ സീറ്റിൽ മുസ്ലിമിനെ മത്സരിപ്പിക്കുന്നു, CPMൻ്റെ സീറ്റ് ക്രിസ്ത്യാനിക്ക് വിട്ടുകൊടുത്തു എന്നൊക്കെയുള്ള ആ ലെവലിൽ ഒരാൾ സംസാരിക്കുന്നു. ഇപ്പുറത്ത് വളരെ ന്യായമായ ഒരു റെപ്രസെൻറ്റേഷൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അതിനെ വർഗീയമായ വിധത്തിൽ കാണുന്നു. ഈ ഒരു അവസ്ഥ ഇവിടെ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ പ്രശ്നം. പക്ഷേ എങ്കിൽ പോലും ഇത് വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതല്ലേ. ഇതൊരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ ന്യായമായ ചില കാര്യങ്ങളാണ് എന്നുള്ളത് ഓപ്പണായി ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയല്ലേ. വെള്ളാപ്പള്ളി പറഞ്ഞതിന് ആദ്യമായി മറുപടി പറയുന്നത് കേരള സർക്കാരാണ്. കാരണം കേരള സർക്കാർ എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നു, CPM മുസ്ലിം പ്രീണനം നടത്തി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. CPM തന്നെ, കാരണം അവരാണ് പറയേണ്ടത്. അല്ലാതെ സ്വകാര്യ മേഖലയിൽ മുസ്ലിങ്ങളെ എല്ലാം കൈയടക്കി വെക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ പിടിക്കുകൊണ്ടാണല്ലോ.
അത് അല്ലാതെ ഈ ഗവൺമെൻറ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അത് ചില മുസ്ലിം സംഘടനകൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരു ധവളപത്രം ഇറക്കുക. എന്താണ് മുസ്ലിങ്ങൾ അന്യായമായി നേടി വെച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. ക്ലാസ് 1 ഓഫീസർമാരുടെ എത്രയുണ്ട്, ലാസ്റ്റ് ഗ്രേഡിൽ എത്രയുണ്ട്, ഇങ്ങനെ എല്ലാം അത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരേണ്ടതാണ്. എന്നാൽ ആ പ്രശ്നം തീരില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു പബ്ലിക് പെർസെപ്ഷനാണ്. അതായത് മുസ്ലിങ്ങൾ ഇവിടുത്തെ സമ്പത്ത് എല്ലാം അടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള നറേറ്റീവ് ഏതെങ്കിലും ഒരു ധവളപത്രം കൊണ്ട് ഇല്ലാതാവും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം ലവ് ജിഹാദ് എന്ന സാധനം അത് ഇല്ല എന്ന് കോടതികൾ തെളിയിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടും പാർലമെന്റിൽ മന്ത്രി മറുപടി പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാരണം ഇത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് അവരുടെ പൊളിറ്റിക്സിന് നല്ലത് എന്നുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ വെറുതെ വന്നുകൊണ്ടേയിരിക്കും. ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിന് കൃത്യമായി മറുപടി പറയേണ്ടതാണ്. എന്താണ് ഈ മുസ്ലിങ്ങൾ, ഏത് മേഖലയിലാണ് മുസ്ലിങ്ങൾ അവർക്ക് നിയമപരമായി ന്യായമായി ലഭിക്കേണ്ട അന്യായമായി അവർ കൈയടക്കി വെച്ചിട്ടുള്ളത്? അത് എൻ്റെ കണക്ക് പുറത്തു വിട്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. കാരണം നമുക്കറിയാം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആണ് ആ സ്കോളർഷിപ്പ് 100 ഈ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത്. അത് 100% മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളത്. കാരണം അത് മുസ്ലിം സമുദായത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് രൂപീകരിച്ച ഒരു സ്കോളർഷിപ്പാണ്. അതിൽ പക്ഷേ ഗവൺമെൻറ് അന്ന് 20% ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു. അത് ചെയ്യേണ്ടാത്ത കാര്യമാണ്, ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ പിന്നെ വന്നത് എങ്ങനെയാണ് നോക്കൂ, 100-ൽ 80 മുസ്ലിങ്ങൾക്ക്, 20 ക്രിസ്ത്യാനികൾക്ക്. പക്ഷെ അത് 100-100 മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലോളി കമ്മിറ്റി ആവിഷ്കരിച്ച സ്കോളർഷിപ്പാണത്. അതങ്ങനെ പറയാൻ അന്ന് ഗവൺമെൻറ് പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇത് 100-ൽ 100 മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പച്ചയ്ക്ക് പറയാൻ, ധൈര്യത്തോടുകൂടി പറയാൻ, ഇത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം അന്നത്തെ ഗവൺമെൻറ് കാണിച്ചില്ല. ഒരുപക്ഷെ മുസ്ലിം സംഘടനകൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയമായിട്ട് ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ മുസ്ലിം സമുദായത്തിന് അവർക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ പോലും ഇനി ഉന്നയിക്കാൻ പറ്റില്ല. അങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് വർഗീയമാണ് എന്ന് ചിത്രീകരിക്കപ്പെടുകയും മറുവശത്ത് വളരെ പച്ചയായ വർഗീയത പറയുന്നത് നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ പൊതുബോധത്തിൽ നിലനിൽക്കുന്ന ഒരു ധാരണയുണ്ട്. അതായത് ഈ മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ, ഇത് എല്ലാവരും വിശ്വസിക്കുന്നത്, എല്ലാവരും അത് കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കാം. പക്ഷേ നമുക്കറിയാം മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ മഹലിൽ നിന്ന് കോൺട്രിബ്യൂഷൻ എടുത്ത് തുച്ഛമായ പൈസയാണ് മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളമായി കൊടുക്കുന്നത്. ഇത് അധ്യാപകരുടെ പെൻഷൻ ക്ഷേമനിധി അംശാദായം അടച്ചിട്ടുള്ള പെൻഷൻ, ഈ പെൻഷൻ എന്നുള്ളത് ആർക്ക് കിട്ടുന്ന പെൻഷൻ അതാണ്, ഈ ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷനാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെ ഒരുപാട് മിത്തുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ മിത്തുകളെ ഇങ്ങനെ എന്താ പറയുക, പെർപ്പച്വേറ്റ് ചെയ്യുന്ന പറയില്ല, പിന്നെയും ഇങ്ങനെ പറഞ്ഞ് അത് സത്യമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് വേറെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇത് ഇങ്ങനെയൊന്നും ചർച്ച ചെയ്താൽ ഇത് അവസാനിക്കില്ല. കാരണം ഇത് വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ വളരെ ഫേസ് ടു ഫേസ് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഒരു തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് പറയുക, എന്തൊക്കെയാണെന്ന് പറയുക, മറുവശത്ത് ഇതിൻ്റെ ക്യാമ്പയിൻ, ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന്, എന്താണ് അതിൻ്റെ മറ്റൊരു തലമുണ്ടല്ലോ, അതിൻ്റെ ഒരു ആശയതലം, അത് എന്താണെന്ന് വിശദീകരിക്കുക. അങ്ങനെ രണ്ടും വിശദീകരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ നേടാൻ പറ്റുള്ളൂ.